പ്രേക്ഷകരെ, കുട്ടികളുടെ ഒളിമ്പിക്സിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരണം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആവേശമായിരിക്കുകയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾ. ട്രാക്കിൽ ആദ്യ 3 സ്വർണ്ണ നേട്ടവുമായി നമ്മുടെ സ്വന്തം പാലക്കാട് സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ പറളി സ്കൂളിലെ ഇനിയയ്ക്കാണ് സ്വർണം. സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ മുണ്ടൂർ സ്കൂളിലെ ജഗന്നാഥനും സ്വർണം നേടിയിട്ടുണ്ട്. വെള്ളിയും മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിനാണ്. ജൂനിയർ ഗേൾസ് 3000 മീറ്ററിൽ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അർച്ചനയ്ക്കാണ് സ്വർണം. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം. നന്നായിട്ടുണ്ടായിരുന്നു. 13 വയസ്സാണ് എനിക്ക്. ഇല്ല, സീനിയർ കെട്ട് ചെയ്യിപ്പിച്ചു. ഞാൻ ജൂൺ മുതൽ വരാൻ തുടങ്ങിയത്. പറളിയിൽ നിന്ന് ജൂൺ മുതലാണ് വരാൻ തുടങ്ങിയത്. എടത്തറ സ്കൂളിലായിരുന്നു, പക്ഷെ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ ചെറിയ സ്കൂളാണ്. സബ് ജൂനിയർ ലെവലിൽ മത്സരിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ നമ്മൾ കുട്ടിക്ക് വേണ്ട സ്പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീനിയർ മത്സരത്തിൽ ഒരു പരീക്ഷണം നടത്തി. അത് റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ അത് വൻ വിജയമായി. അത് കഴിഞ്ഞ് സംസ്ഥാന മീറ്റെത്തിയപ്പോൾ ആദ്യ ഇനത്തിൽ തന്നെ ഗോൾഡ് കിട്ടുക എന്നുള്ളത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഇനിക്ക് അല്ലെങ്കിൽ പറളിക്കും പാലക്കാടിനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ഈ ജൂൺ മാസം മുതലാണ് പ്രാക്ടീസ് ആരംഭിച്ചത്. പക്ഷേ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാന മീറ്റിൽ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ 30 വർഷത്തെ കരിയറിൽ ഇതുപോലൊരു ദീർഘദൂര ഓട്ടക്കാരി കണ്ടിട്ടില്ല. ജയേഷ് പൂക്കോട്ടൂർ ചേരുന്നുണ്ട്. ജയേഷ്, വെരി ഗുഡ് മോർണിംഗ്. മഴ തടസ്സമാവുന്നുണ്ടോ? നമ്മുടെ അത്ലറ്റിക്സിന് ട്രാക്കിൽ മഴ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴും പാലക്കാട്ടെ താരങ്ങൾ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്, അല്ലേ ജയേഷ്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഏത് മഴ വന്നു കഴിഞ്ഞാലും അതിനെയെല്ലാം തോൽപ്പിക്കാവുന്ന തരത്തിലുള്ള വീറും വാശിയുമാണ് ഇവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ആദ്യ ദിനത്തിൽ അക്വാറ്റിക്സിൽ ഗെയിംസിൽ തിരുവനന്തപുരമായിരുന്നു മേധാവിത്വം കാണിച്ചതെങ്കിൽ 2ാം ദിനത്തിലേക്ക് ട്രാക്കിലേക്ക് വരുമ്പോൾ, അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ പാലക്കാട് തങ്ങളുടെ കുത്തക വിട്ടുകൊടുക്കുന്നില്ല. ഇന്ന് 3 മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. അതിൽ 3ലും സ്വർണം നേടിക്കൊണ്ടാണ് പാലക്കാടിൻ്റെ വൻ കുതിപ്പ് ഉള്ളത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഇന്ന് ആദ്യം നടന്ന മത്സരം സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടമായിരുന്നു. അതിൽ പാലക്കാടിന് വേണ്ടി മത്സരിച്ച പറളി സ്കൂളിലെ ഇനിയാണ് സ്വർണ്ണം സ്വന്തമാക്കിയത്. എടുത്തു പറയാനുള്ളത് ഇനിയ 8ാം ക്ലാസ്സിൽ മാത്രമാണ് പഠിക്കുന്നത്. സബ് ജൂനിയർ കാറ്റഗറിയിലാണ് ആ കുട്ടി പ്രായം വെച്ച് നോക്കുമ്പോൾ മത്സരിക്കേണ്ടത്. എന്നാൽ സീനിയർ ലെവലിൽ, അതായത് +2 വരെയുള്ള കുട്ടികൾ മത്സരിക്കുന്ന അണ്ടർ 90 സീനിയർ ലെവലിലാണ് 13 വയസ്സുകാരിയായി ഇനിയ മത്സരിച്ചു എന്ന് മാത്രമല്ല അതിൽ സ്വർണവും നേടി. അനായാസമായിരുന്നു ഇനിയയുടെ വിജയം. വളരെ ആത്മവിശ്വാസത്തോടെയാണ് അതിനുശേഷം കുട്ടി നമ്മളോട് സംസാരിച്ചതും. 4 മാസം മുമ്പാണ്, അതാണ് ഏറെ ശ്രദ്ധിക്കാനുള്ളത്, വെറും 4 മാസം മുമ്പാണ് ദീർഘദൂര ഓട്ടത്തിലേക്ക് ഇനിയ കടന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ 2ാമത്തെ സ്വർണ്ണം 3000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടേതായിരുന്നു. അതിനും പാലക്കാട് തന്നെയാണ്. മുണ്ടൂർ സ്കൂളിലെ ജഗന്നാഥനാണ് സ്വർണ്ണം സ്വന്തമാക്കിയത്. പിന്നീട് ജൂനിയർ ഗേൾസ് ആണ് അതിനുശേഷം നടന്ന മത്സരം. അതിൽ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അർച്ചനയാണ് സ്വർണ്ണം സ്വന്തമാക്കിയത്. ഇപ്പോൾ ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ 3000 മീറ്റർ മത്സരമാണ് ട്രാക്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏവരും ഉറ്റുനോക്കുന്ന 100 മീറ്റർ അടക്കമുള്ള മത്സരങ്ങൾ ഇന്ന് വേദിയെ തീപിടിപ്പിക്കാനുണ്ട്.